Hello friends, നമ്മൾ നല്ല നാടൻ രീതിയിൽ കുരുമുളക് ഇട്ട് വരട്ടി നല്ല ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ അവിടുന്ന് 1/4 കിലോളം ലിവർ വാങ്ങിച്ചിരുന്നു. ബീഫിന്റെ ലിവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ലിവർ നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ചധികം ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടികട്ടിയുള്ള പാത്രം എടുത്ത് വെക്കും. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. സവാള വേണ്ടവർക്ക് 2 സവാള എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു 20 ചെറിയ ഉള്ളി എടുത്ത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാലും 3-4 ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ഗ്രാമ്പു, 2 പട്ട, കുറച്ച് പെരിഞ്ജീരകം, ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടിയെ മാറ്റിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉള്ളി നല്ലപോലെ ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന കാരണം കൊണ്ട് മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലിട്ട് 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 മിനിറ്റോളം ഇതൊന്ന് പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ലിവർ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ലിവർ കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ല. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലിവർ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 400 ml വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ലിവറിൽ നിന്ന് വെള്ളം വരും, എന്നാൽ കൂടിയും അത്യാവശ്യം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നാലും നല്ലപോലെ വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ കുക്കറിൽ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ലിവർ ഒരു വിസിലടുപ്പിച്ച് വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെള്ളം കുറവ് ഒഴിച്ചാൽ മതി. അത് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ലിവർ നല്ലപോലെ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി വയ്ക്കുക. അങ്ങനെ ഇതൊന്ന് വേവിച്ചെടുക്കണം ലിവർ നല്ലപോലെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിവറിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഇതുപോലെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വീണ്ടും മൂടി വെച്ച് ഇതിൽ വെള്ളമൊക്കെ വറ്റി ലിവർ നല്ലപോലെ വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നമ്മുടെ ഗ്രേവി എന്തോരം വേണം നമുക്ക് തീരുമാനിച്ചിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന് ശേഷം നമുക്ക് ലേശം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും അതിനുശേഷം ഒരു 1/2 പീസ് ചെറുനാരങ്ങ നീരും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തീ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബീഫിൻ്റെ ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതൊരു വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റു വീണ്ടും വരാം. ഓക്കെ, ബൈ. താങ്ക് യു.